everyone, hello, welcome back to our English class. So മക്കളെ നോക്കൂ തകർത്തടിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. യെസ്, സോ നോക്കൂ ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് യെസ് നമ്മുടെ ഹാപ്പി പ്രിൻസിനാണ്. സോ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് ഒരുപാട് ഡിസ്കോഴ്സസ് നമുക്ക് നാളെ എക്സാമിന് വരും. സോ ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ, Soro was not allowed to enter the palace. What picture do you get about the palace of the prince from these words? നോക്കൂ, Soro was not allowed to enter the palace. നമ്മുടെ എന്താണ് ഹാപ്പി പ്രിൻസിന്റെ കൊട്ടാരത്തിൽ സോറോ ഇല്ലായിരുന്നു, ദുഃഖമില്ലായിരുന്നു. അപ്പൊ what picture do you get about the palace of the prince? അങ്ങനെ ഈ ഒരു സെന്റൻസിൽ നിന്നും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? നമ്മുടെ ഹാപ്പി പ്രിൻസിന്റെ കൊട്ടാരം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു വരി കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ ഉത്തരം എഴുതും? എങ്ങനെ, ഹൗ ക്യാൻ വി റൈറ്റ് ആൻസർ? നിങ്ങൾ പറയാം, നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം എഴുതുക? നിങ്ങൾ ചിന്തിച്ചു നോക്കണം കേട്ടോ. നോക്കി ഇവിടെ, the happy prince lived in a palace where he got everything he wished for, had all the comfort and happiness. അപ്പൊ നമ്മൾ പറയണം, നമ്മളിവിടെ തെളിയിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. നമ്മളെ ഭാഗം ക്ലിയർ ആയിട്ട് പറയാൻ പഠിക്കണം. എന്തുകൊണ്ടാണ് ഹാപ്പി പ്രിൻസ് അവന്റെ കൊട്ടാരത്തിൽ ഒരു വിഷമം എന്ന് പറയുന്ന ഒരു കാര്യം അവൻ അറിയാഞ്ഞത്? എന്തുകൊണ്ട് അറിയാഞ്ഞ്? the happy prince lived in a palace where he got everything he wished for. അവൻ ജീവിച്ചത് എങ്ങനെയുള്ള കൊട്ടാരത്തിലാ? എന്ത് കാര്യങ്ങളും നമ്മുടെ ഹാപ്പി പ്രിൻസ് എന്താണോ വിഷ് ചെയ്യുന്നത്, ആ വിഷ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നടത്തി തരാൻ പറ്റുന്ന, അവനൊരു സംഗതി ഉത്തരവിട്ട് അപ്പം മുന്നിലെത്തുന്ന രീതിയിലല്ലേ എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കൊട്ടാരത്തിലാണ് നമ്മുടെ ഹാപ്പി പ്രിൻസ് ജീവിച്ചത്. നമ്മൾ പറയണം, നമ്മൾ എഴുതണം. ഓക്കെ, എവറിത്തിങ് അബൌട്ട് ഹിം വാസ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ഹാപ്പി പ്രിൻസിനെ സംബന്ധിച്ച് എന്തെടുത്ത് നോക്കിയാൽ എന്താണ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അല്ല, അടിപൊളി ഡ്രസ് ഉണ്ട്, അടിപൊളി ഫുഡ് ഉണ്ട്, അടിപൊളി ബെഡ് ഉണ്ട്, അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അടിപൊളി, എല്ലാം അടിപൊളിയാണ്. അപ്പൊ എവറിത്തിങ് വാസ് അബൌട്ട് ഹിം എന്താണ്, വാസ് ബ്യൂട്ടിഫുൾ. നൗ ലെറ്റ്സ് സീ, thus he never knew what sorrow was. അതുകൊണ്ട് തന്നെ ഹാപ്പി പ്രിൻസിന് ഒരിക്കലും അറിയില്ല എന്താണ് സോറോ. സോറോ എന്ന് പറഞ്ഞാൽ എന്താ, എന്താണ് ദുഃഖം. അതുകൊണ്ട് ഹാപ്പി പ്രിൻസിന് ഒരിക്കലും അറിയില്ല എന്താണ് what is actually sorrow, എന്താണ് സോറോ എന്നുള്ളത് അറിയില്ല. He thought that the life of people outside the palace was also same. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാപ്പി പ്രിൻസ് എപ്പോഴും ചിന്തിച്ചത് എന്താണ്, അവൻ എങ്ങനെയാണോ കൊട്ടാരത്തിൽ ജീവിക്കുന്നത്, അടിപൊളിയാണ്, നല്ല ഫുഡ് ഉണ്ട്, നല്ല ബെഡ് ഉണ്ട്, നല്ല എന്താ പറയാ ടോയ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലെ, ലഡു, ജിലേബി, പാക്ക് ഒക്കെ ഉണ്ട്, മൈസൂർ പാക്ക് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ എല്ലാവരും അവന്റെ കൊട്ടാരത്തിന് പുറത്തുള്ള രാജ്യത്ത് ജീവിക്കുന്ന പ്രജകളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഹാപ്പി പ്രിൻസ് ചിന്തിച്ചിട്ടുണ്ട്. ഓൺലി വെൻ ഹി ബിക്കേം എ സ്റ്റാച്യു ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. എപ്പോഴാണ് സ്റ്റാച്യു ആയിട്ട് വന്നത്, എപ്പോഴാണ് ചുറ്റുപാടും നോക്കിയത്, അപ്പോഴാണ് ആൾക്ക് എന്ത് സംഭവം മനസ്സിലായത്. എന്തല്ല, കൊട്ടാരത്തിൽ കാണുന്നത് പോലെയല്ല സാധാരണ ജനങ്ങളുടെ ജീവിതം എന്നുള്ളത് ഹാപ്പി പ്രിൻസിന് അപ്പോഴാണ് മനസ്സിലായത്. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലൈഫ് വാസ് ഫിൽഡ് വിത്ത് സോറോ ആൻഡ് നോട്ട് ഓൾവേസ് ഹാപ്പി. അപ്പൊ അവന് മനസ്സിലായി എന്താണ് ലൈഫ് എന്ന് പറയുന്നത്, എന്താണ് എപ്പോഴും സോറോ ഉണ്ട്, അല്ലാണ്ട് എന്തല്ല വെറും സന്തോഷം മാത്രമല്ല. ഒരിക്കലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വെറും സന്തോഷം മാത്രം നിറഞ്ഞതല്ല, അതിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാകും, സങ്കടം ഉണ്ടാകും എന്നുള്ളത് ഹാപ്പി പ്രിൻസിന് അപ്പോഴാണ് മനസ്സിലായത്. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, എക്സാമിന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.